ഞാൻ. ഞാൻ എന്നുള്ളതിനെ അറബിയിൽ എങ്ങനെയാണ് പറയേണ്ടത് എന്നതാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. അതായത് ഐ എന്നുള്ളതിനെ എങ്ങനെയാണ് അറബിയിൽ പറയേണ്ടത്. അപ്പോൾ അറബിയിൽ ഞാൻ എന്ന് പറയാൻ ഉപയോഗിക്കുന്ന വാക്കാണ് അന. അന. അപ്പൊ അന എന്നുള്ളത് എങ്ങനെയാണ് എഴുതേണ്ടത്? അലിഫ് ഫതഹ്, ആ നൂനിന്റെ മീതെ ഫതഹ് ന, എന്നിട്ട് ഒരു അലിഫും കൂടെ ന എന്ന് നീട്ടാൻ. അപ്പൊ അന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്നാണ് അർത്ഥം. അപ്പൊ ഞാൻ എന്ന അറബിയിൽ പറയാൻ അന എന്നാണ് പറയേണ്ടത്. പക്ഷെ നമ്മൾ ഇവിടെ എഴുതിയിരിക്കുന്നത് അന എന്നുള്ളത് ഒറ്റ അക്ഷരങ്ങളായിട്ടാണ്. അതായത് ഒറ്റ അക്ഷരങ്ങൾ, ഓരോ അക്ഷരങ്ങളും വേറെ വേറെ ആയിട്ടാണ് എഴുതിയിട്ടുള്ളത്. പക്ഷെ അറബിയിൽ നമ്മൾ അത് എഴുതുമ്പോൾ കൂട്ടക്ഷരത്തിലാണ് എഴുതേണ്ടത്. അത് എഴുതുമ്പോൾ ആ നൂനിനോടൊപ്പം ഈ അലിഫ് ചേർന്ന് വരും. അന. അന എന്ന് ഇങ്ങനെയാണ് കൂട്ടക്ഷരത്തിൽ എഴുതേണ്ടത്. ഒന്നുകൂടെ നോക്കാം. അലിഫിന് ഫതഹ്, നൂനിനോടൊപ്പം അലിഫ് ചേർത്ത് എഴുതി ന. അന. അന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ. മലയാളത്തിൽ ഞാൻ എന്നുള്ളതിനെ എങ്ങനെയാണ് അറബിയിൽ പറയുക? അന. ഇംഗ്ലീഷിൽ ഐ എന്നുള്ളതിനെ എങ്ങനെയാണ് അറബിയിൽ പറയുക? അന. അന എന്ന അറബിയിൽ പറഞ്ഞാൽ എന്താണ്? ഞാൻ. അന എന്ന അറബിയിൽ പറഞ്ഞാൽ ഐ എന്നുള്ള അർത്ഥം. ഓക്കെ. അപ്പൊ അന എന്ന് എങ്ങനെയാണ് എഴുതേണ്ടത്? ഒരു തവണ കൂടെ എഴുതി നോക്കാം. ആ നൂനിനോടൊപ്പം അലിഫ് ചേർത്ത് എഴുതി ന. അന. അന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ. അപ്പൊ നമുക്ക് ഇവിടെ ഒരു പ്രാവശ്യം കൂടെ എഴുതാം. ആ ന. അന. അന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഞാൻ. ഞാൻ എന്നുള്ളതിന് എങ്ങനെയാണ് അറബിയിൽ പറയുക? അന. ഐ എന്നുള്ളതിന് എങ്ങനെയാണ് അറബിയിൽ പറയുക? അന. അന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഞാൻ. അറബിയിൽ അന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഞാൻ. അപ്പൊ ഞാൻ എന്നുള്ളതിനെ അറബിയിൽ പറയാൻ ഉപയോഗിക്കുന്ന വാക്കാണ് എന്ത്? അന. അന എന്നുള്ളത് ഒറ്റ അക്ഷരങ്ങളിൽ ഇങ്ങനെയാണ് എഴുതേണ്ടത്. അത് കൂട്ടക്ഷരമായി എഴുതുമ്പോൾ അന എന്ന് ഇങ്ങനെ എഴുതണം. നാന്റെ കൂടെയുള്ള അലിഫ്, നൂനിന്റെ കൂടെയുള്ള അലിഫ് അതിനോടൊപ്പം ചേർത്ത് എഴുതണം. അപ്പോൾ അന എന്ന് ഇങ്ങനെയാണ് എഴുതേണ്ടത്.